ഒരു ആവറേജ് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ഗ്ലോബൽ ഗെയിമിംഗ് കമ്പനിയായി വളരുന്ന ഗെയിമിംഗ് സെക്ടറിലെ ഒരു ലീഡിംഗ് സ്റ്റോക്കാണ് അല്ലെങ്കിൽ ഒരു ലീഡിംഗ് കമ്പനിയാണ് നസാര ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നസാര ടെക്നോളജി ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് 7.2% ഉയർന്ന് 872 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.3, 52 വീക്ക് ഹൈ 989, 52 വീക്കിലോ 591. ഒരാഴ്ച കൊണ്ട് നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ഡീസൻ്റ് റിക്കവറി കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 2.6% ഉയർന്നു. GST കൗൺസിൽ മീറ്റിംഗിന് മുൻപ് ഗെയിമിംഗ് സെക്ടറിന് അനുകൂലമായ ചില പരാമർശങ്ങൾ GST കൗൺസിലിൽ ഉണ്ടാകും എന്നുള്ള ഹോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഗെയിമിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും സഡൻ സ്പൈക്ക് സ്റ്റോക്കിൽ വരികയും ചെയ്തിരുന്നു. അതേസമയം GST കൗൺസിലിൽ ഗെയിമിംഗ് സെക്ടറിലെ കമ്പനികളെക്കുറിച്ച് പ്രത്യേക പരാമർശമൊന്നും ഇല്ല എന്ന് വന്നതിനെ തുടർന്ന് പല സ്റ്റോക്കുകളിലും പഴയ രീതിയിലുള്ള ഇടിവ് തുടരുകയും ചെയ്തു. നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ഈ ന്യൂസ് അത്രയധികം പ്രതിഫലിച്ചിട്ടില്ല. സ്റ്റോക്ക് ഇപ്പോഴും ബൈയിങ് ട്രെൻഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെൻറ്റത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ശക്തമായ റിക്കവറി കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് നസാര ടെക്നോളജി. ഒരു സമയത്ത് 1500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 500 രൂപ വരെ ഇടിയുകയും 500-ൽ നിന്നും സ്റ്റോക്കിൽ ഗ്രാജുവലി റിക്കവറി വരികയും ചെയ്തു. റീസെൻ്റ്ലി 600 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഉയർന്ന് 872 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നസാര ടെക്നോളജി എന്ന സ്റ്റോക്ക് 7% ഉയർന്നതിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. നസാര ടെക്നോളജി ജർമ്മൻ ബേസ്ഡ് ഗെയിമിംഗ് കമ്പനിയായ ഫ്രീക്സ് ഫോർ യു എന്ന കമ്പനിയുടെ 86%-ഓളം സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിന് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ആൾറെഡി ഫ്രീക്സ് ഫോർ യുവിൻ്റെ 13%-ഓളം സ്റ്റേക്കുകൾ നസാര ടെക്നോളജി അക്വയർ ചെയ്തു. ബാക്കിയുള്ള 57%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. നസാര ടെക്നോളജിയുടെ തന്നെ സബ്സിഡറി കമ്പനിയായ നോഡ്വിൻ ഗെയിമിംഗ് ഇൻ്റർനാഷണൽ വഴിയായിരിക്കും ഫ്രീക്സ് ഫോർ യുവിൻ്റെ സ്റ്റേക്ക് അക്വയർ ചെയ്യുക. 2011 ജർമ്മനിയിൽ ആരംഭിച്ച ഫ്രീക്സ് ഫോർ യു എന്ന കമ്പനി 240 കോടി രൂപയുടെ റവന്യൂ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്. ഫ്രീക്സ് ഫോർ യുവിൻ്റെ അക്വിസിഷനോടുകൂടി നസാര ടെക്നോളജിയുടെ റവന്യൂ എക്സ്പാൻഷനും അതുപോലെ തന്നെ ഇനോർഗാനിക് ഗ്രോത്തും മെച്ചപ്പെടും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. നസാര ടെക്നോളജി എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല, കമ്പനിക്ക് നോർത്ത് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളിലും പല ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും വളരെ കൃത്യമായ പ്രസൻസ് ഉണ്ട്. ഗെയിമിംഗ് സെക്ടറിലെ തന്നെ കൃത്യമായ പ്രസൻസ് ഉള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് നസാര ടെക്നോളജി എന്ന കമ്പനി. നസാര ടെക്നോളജി എന്ന കമ്പനിയിൽ ഇനോർഗാനിക് അക്വിസിഷനും അതുപോലെ തന്നെ കമ്പനിയുടെ വളർച്ചാ സാധ്യതയും ഒരു പോസിറ്റീവ് ഫാക്റ്റ് ആണെങ്കിലും സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി നേസൻ്റ് സ്റ്റേജിലാണെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. വരും സമയങ്ങളിൽ 6 മടങ്ങ് വരെയുള്ള വളർച്ച ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് നസാര ടെക്നോളജി. കൂടാതെ നസാര ടെക്നോളജി എന്ന കമ്പനി കണ്ടിന്യൂസ് ഇനോർഗാനിക് ഗ്രോത്തിലും അക്വിസിഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കിഡോപ്പിയുടെ 49%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ കമ്പനി അക്വയർ ചെയ്തിരുന്നു. 2020 കിഡോപ്പിയുടെ 51%-ഓളം സ്റ്റേക്കുകൾ 80 കോടി രൂപയ്ക്കാണ് നസാര ടെക്നോളജി അക്വയർ ചെയ്തത്. റീസെൻ്റ്ലി ബാക്കിയുള്ള 49%-ഓളം സ്റ്റേക്കുകൾ 300 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിലും ലോകത്തിലും വളരെയധികം പ്രചാരവുമുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഈ സെക്ടറിൽ കൂടുതലായതുകൊണ്ട് പല കമ്പനികളും അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത്. ഹൈ ടാക്സ് മൂലം, പ്രത്യേകിച്ചും ഹൈ GST മൂലം കമ്പനികളുടെ മാർജിനിൽ വളരെയധികം പ്രഷറുണ്ട്. ഇത് നസാര ടെക്നോളജി ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ വ്യക്തമാവുകയും ചെയ്യും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും സെയിൽസും പ്രോഫിറ്റും ഇടിഞ്ഞിരുന്നു. 288 കോടിയിൽ നിന്നും 266 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ സെയിൽസും 320 കോടിയിൽ നിന്നും 266 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ സെയിൽസും ഇടിഞ്ഞു. 20 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 18 ലക്ഷത്തിലേക്കാണ് ഇടിഞ്ഞത്. കൂടാതെ പ്രൊമോട്ടേഴ്സ് തുടർച്ചയായി കമ്പനിയിൽ സ്റ്റേക്ക് ഓഫ് ലോഡിംഗും നടത്തുന്നു. മുമ്പ് പ്രൊമോട്ടേഴ്സിന് 19% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അത് 16.9%-ലേക്ക് ഇടിഞ്ഞു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.9%-ൽ നിന്നും 9.4%-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ DIS വളരെയധികം ബുള്ളിഷാണ്. 9%-ൽ നിന്നും 16%-ലേക്ക് DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നു. രേഖ ജുൻജുൻവാല, നിതിൻ കാമത്ത് പോലുള്ള പല AS ഇൻവെസ്റ്ററും നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റ് തന്നെയാണ്.
ടെക്നിക്കലി നസാര ടെക്നോളജി എന്ന സ്റ്റോക്ക് 900 എന്ന ലെവലിൽ ബ്രേക്കൗട്ടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് മെയിൻ റെസിസ്റ്റൻസ് 1000 എന്ന ലെവലാണ്. ഒരു സമയത്ത് 1500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 500 രൂപ വരെ ഇടിയുകയും അതിനുശേഷം സ്റ്റോക്കിൽ ഗ്രാജുവലി ഒരു റിക്കവറി വരികയും ചെയ്തു. 600, 700 തുടങ്ങിയ സപ്പോർട്ടുകളെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ഇപ്പോൾ 872 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നത്. 750, 700 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും 1000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. സ്റ്റോക്ക് ഇപ്പോഴും ബിയറിഷ് ട്രെൻഡിലാണ്. 1000 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ മുന്നിൽ കണ്ട് വേണം പൊസിഷൻ എടുക്കാൻ. രണ്ടാമത്തെ അപ്ഡേറ്റ് ജിയോ ഫിനാൻഷ്യൽ സർവീസ്, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ എൻട്രി എക്സിറ്റിൽ ചില മാറ്റങ്ങൾ സെബി വരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജിയോ ഫിനാൻഷ്യൽ, സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾക്ക് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ സ്ഥാനം കിട്ടിയേക്കാം എന്നാണ് റീസെൻ്റ്ലി നവോമ എന്ന റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. F&O സെഗ്മെൻറ്റിൽ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ആവറേജ് ഡെയിലി ഡെലിവറി വാല്യൂ 10 കോടിയിൽ നിന്ന് 35 കോടിയിലേക്ക് സെബി ഉയർത്തിയിരുന്നു. കൂടാതെ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് 500 കോടിയിൽ നിന്നും 1500 കോടിയിലേക്കും സെബി ഉയർത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല F&O സെഗ്മെൻറ്റിലുള്ള പല എക്സിസ്റ്റിംഗ് കമ്പനികളും F&O സെഗ്മെൻറ്റിൽ നിന്നും പുറത്തു പോകാനും ജിയോ ഫിനാൻഷ്യൽ, സൊമാറ്റോ പോലുള്ള കമ്പനികൾ F&O സെഗ്മെൻറ്റിലേക്ക് വരാനും സാധ്യതയുണ്ട്. ഇനി ജിയോ ഫിനാൻഷ്യൽ, സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾ F&O സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഓഗസ്റ്റിൽ നടക്കുന്ന നിഫ്റ്റിയുടെ മിഡ് ഓഗസ്റ്റ് റീജിഗിൽ അല്ലെങ്കിൽ റിവ്യൂവിൽ ഈ രണ്ട് കമ്പനികളും, അതായത് സൊമാറ്റോ, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയ കമ്പനികൾ നിഫ്റ്റി 50യിലും സ്ഥാനം പിടിച്ചേക്കാം. ആൾറെഡി ട്രെൻഡ് എന്ന കമ്പനി നിഫ്റ്റി 50യിൽ സ്ഥാനം പിടിക്കും എന്നാണ് നവോമയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മൂന്ന് കമ്പനികളും നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ഭാഗമാകുന്നതോടുകൂടി ജിയോ ഫിനാൻഷ്യൽ സർവീസിൽ $466 മില്യൺ ഫണ്ട് ഇൻഫ്ലോയും, സൊമാറ്റോയിൽ $491 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോയും, ട്രെൻഡിൽ $463 മില്യൺ പാസീവ് ഫണ്ട് ഇൻഫ്ലോയും വരാൻ സാധ്യതയുണ്ട്. അതായത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ മൂന്ന് സ്റ്റോക്കുകളിലും പാസീവ് ഫണ്ട് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ടെന്നാണ് നവോമ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് സ്റ്റോക്കുകളെയും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്